എംഎൽഎമാരുടെയും കളക്ടറുടെയും ഓണാഘോഷം പിണവൂർക്കുടിയിൽ നടന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും പിണവൂർക്കുടി കബനി ട്രൈബൽ പബ്ലിക് ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലാവണ്യം 2025 എന്ന പേരിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും പിണവൂർക്കുടി കബനി ട്രൈബൽ പബ്ലിക് ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ലാവണ്യം 2025 എന്ന പേരിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എംഎൽഎ നിർവഹിച്ചു. ഈ വർഷം ഓണത്തെ സംബന്ധിച്ച് സർക്കാർ തന്നെ പ്രത്യേകമായ കരുതലാണ്. കഴിഞ്ഞ 9 വർഷക്കാലം ആ നിലയിൽ തന്നെയാണ് ഗവൺമെന്റ് ഇടപെട്ടിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 20,000-ഓളം കോടി രൂപയാണ് ഈ ഓണനാളുകളിൽ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളും വിവിധ പദ്ധതികളിലൂടെയും ജനങ്ങളുടെ കൈകളിലേക്ക് ഗവൺമെന്റ് എത്തിക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടും പ്രതിസന്ധിയും ഒക്കെ നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഓണനാളുകൾ അത് എല്ലാവർക്കും ഒരേപോലെ ആഘോഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക മുഖ്യാതിഥിയായിരുന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന മത്സരങ്ങളുടെ സമ്മാനദാനം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി വി ശ്രീനിജൻ എംഎൽഎ നിർവഹിച്ചു. പിണവൂർക്കുടി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മനോജ് നാരായണൻ ഓണസന്ദേശം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ഗോപി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി ലിജോ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മിനി മനോഹരൻ, വാർഡ് മെമ്പർ ബിനേഷ് നാരായണൻ, TDPC എക്സിക്യൂട്ടീവ് അംഗം TK ഷബീബ്, S ശിവപ്രസാദ്, ബിജു പനംകുഴിയിൽ, ഊരുമൂപ്പൻ KK ശ്രീധരൻ, ഊരുമൂപ്പത്തി ശോഭന മോഹനൻ, കബനി സൊസൈറ്റി പ്രസിഡന്റ് MR രാജേഷ്, ADS സെക്രട്ടറി ശാലിമ അനീഷ്, കാണിക്കാരൻ കണ്ണൻമണി, ആനന്ദവല്ലി ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച സാംസ്കാരിക ഘോഷയാത്ര, സാംസ്കാരിക സമ്മേളനം, വിവിധ കലാപരിപാടികൾ, ആദരിക്കൽ, ഉന്നതികളിലെ തനത് കലാരൂപങ്ങൾ, കൈകൊട്ടിക്കളി, ഓണക്കോടി വിതരണം, ഓണസദ്യ എന്നിവയും സംഘടിപ്പിച്ചിരുന്നു.